ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ കുട്ടികൾക്കായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തിയും ആരോഗ്യ ഗുണങ്ങളുമുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് അധികം സമയം ആവശ്യമില്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. ഇത് കുട്ടികളുടെ ബ്രെയിനും വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അമ്മയായും അമ്മുമ്മയായും നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യങ്ങളുള്ളൂ. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വൈറ്റ് കൽക്കണ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പനക്കൽക്കണ്ടം എടുക്കാം. ഇനി 2 വാൾനട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി 5-6 കശുവണ്ടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കശുവണ്ടിയും ബദാമും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇനി വന്നിട്ട് 2 ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി 5-6 പിസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഫ്ലെക്സീഡ് നമുക്കിതിലിട്ട് കൊടുക്കാം. ഫ്ലെക്സീഡ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയതാണ്. ഇത് ഹാർട്ട് ഹെൽത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ്. കപ്പലണ്ടി 2 ടീസ്പൂൺ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേമാതിരി നമുക്ക് പൗഡർ പോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റാഗി പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളം ആവശ്യം പോലെ നമുക്ക് ചേർത്തെടുക്കാവുന്നതാണ്. അധികം വെള്ളം ആവശ്യമില്ല. ചെറിയ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇതേപോലെ ഇനി നമുക്കത് ജാറിലേക്ക് ആക്കി നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ജാറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ വീടുകളിലിപ്പോൾ കുട്ടികൾക്കായി വാങ്ങി വയ്ക്കുന്ന സാധനങ്ങളാണ്. ഇതേ പരുവത്തിൽ നമ്മൾ ഇത് അടിച്ചെടുക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റാഗിപ്പൊടിയും അതുപോലെ നേന്ത്രപ്പഴമൊക്കെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി ഇത് 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടപ്പ് വെച്ച് മാറ്റി വയ്ക്കാം. കാരണം ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ റൗണ്ടായിട്ട് ഞാൻ ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ശകലം ഒന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുത്താൽ നമുക്കത് കോരി ഒഴിക്കുമ്പോൾ വേഗം വിട്ട് കിട്ടാനും അതേപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇലയിൽ കോരി ഒഴിക്കുമ്പോൾ ആ ഇലയിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ് ഇല എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടിൽ മാത്രമായിട്ടും കോരി ഒഴിക്കാൻ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതേമാതിരി ഓരോ കയ്യിൽ ഈ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾക്ക് നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ ഓരോന്നെടുത്ത് മുറിച്ച് കൊടുക്കാനും നല്ല സോഫ്റ്റായിരിക്കും. അതേപോലെ തന്നെ ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും അവർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പും മാറും. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് റാഗിപ്പൊടിയൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട്. അതിനാണ് ഞാൻ റാഗിപ്പൊടി ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അത് മുകളിൽ വെച്ച് നമുക്ക് ഇനി ഒരു 5-6 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിക്കാം. 5 മിനിറ്റ് വെന്താലും വെന്ത് കിട്ടും. ഇനി അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം. ഇനി അങ്ങനെ നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള സ്നാക്ക് വെന്ത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അത്യാവശ്യമായിട്ട് ചെറിയൊരു മധുരവും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊടി തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊടി വെച്ചിട്ടുള്ള പൊടിയാണ് പൊടിച്ച് വെച്ചത്. അങ്ങനെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീടുകളിൽ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.